ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് ലേറ്റായി പോയി വീഡിയോ ഇടാനായിട്ട്, കാരണം കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ നമ്മളൊരു പുൽക്കൂട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ബാനറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരു ഗുമ്മില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇച്ചാ എന്താ കല്ല് വറക്കുന്ന ഒരു പരിപാടിയിലാണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഒരു ക്രിസ്മസ് ട്രീ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ സെറ്റപ്പാണ്. പപ്പ കുറെ ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തൊരു ഐഡിയ ആണ് ഈ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ തലയിൽ വെച്ച ഒരു ഐഡിയ വഴി ചെയ്യുന്നതാണ് കേട്ടോ. പപ്പ ഇങ്ങനെ കുറെ ഐഡിയാസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ അതിൽ ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്തിട്ട് പപ്പ തന്നെ അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. വെള്ളച്ചാട്ടം ഏകദേശം ഒരു സെറ്റപ്പിലൊക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോയത്. ഇപ്പൊ ദാ പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചാലോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എന്റെ നാട്ടിലാണ് കേട്ടോ. ഇവിടെ വന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുള തപ്പി ഇറങ്ങിയതാണ്. ദാ മുള വെട്ടിക്കൊണ്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, എന്റെ പപ്പയാണ്. അപ്പോ പപ്പ നമുക്കൊരു സംഭവം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് മുളയൊക്കെ വെട്ടി അതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുള്ള പരിപാടിയിലാണ്. കാരണം വീണ്ടും അവിടെ ചെന്ന് വേസ്റ്റ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് തന്നെ അതിന്റെ ഇലയും കാര്യങ്ങളൊക്കെ വെട്ടി ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെ ഒന്ന് കീറി സെറ്റപ്പ് ആക്കി എടുക്കാനുള്ള പരിപാടിയിലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ മുളയിലൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്തവണ റിസ്ക് എടുക്കണ്ടെന്നുള്ള രീതിയിൽ പപ്പയോട് തന്നെ നമ്മളത് ഉണ്ടാക്കി തരാൻ പറഞ്ഞത്. കാരണം അതിൽ ആണി അടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സമയം നമുക്ക് വേസ്റ്റ് ആയി പോയി. അങ്ങനെ അതൊരു നീറ്റായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്തവണ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ പപ്പയോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്ത് തരുമോ എന്നുള്ളത്. അപ്പൊ പപ്പ പറഞ്ഞു വന്നാൽ മതി ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഒരു കണ്ടം വഴി കയറി ചാടുകയാണ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ വീട്ടിലെത്തി പപ്പ ഉടനെ തന്നെ പരിപാടി തുടങ്ങി. നമുക്ക് ആവശ്യമുള്ള നീളത്തിനും വീതിയിലും മുളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിനെ ആണി വെച്ചിട്ട് ഫിറ്റ് ചെയ്യാണ് ചെയ്തത്. അത് നമ്മൾ സെറ്റപ്പ് ചെയ്തത് എന്താന്ന് വെച്ചാല് ഒരു ജസ്റ്റ് ഒരു ഈ പാലം പോലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ചെറിയ എന്താ പറയാ ഒരു വേലിയും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പപ്പ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. അതിനിടയിൽ ചെറിയ പീസുകളൊക്കെ പറക്കി കെയിന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റപ്പ് ആക്കി നമ്മൾ തിരിച്ച് വണ്ടിയിലെല്ലാം വാരിയിട്ട് തിരിച്ച് വീട്ടിലോട്ടെത്തി. ബാക്കി പരിപാടി രാത്രിയായിരുന്നു. ഈ നമ്മുടെ കുളം സെറ്റ് ചെയ്യണമല്ലോ. അപ്പോ കുളമല്ല, വെള്ളച്ചാട്ടം സെറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. ആദ്യം നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ട്രയൽ നോക്കിയായിരുന്നു. പക്ഷെ വെള്ളം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അത് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മളത് സെറ്റ് ചെയ്തത്. കാരണം വെള്ളത്തിന്റെ ഫോഴ്സ് ഭയങ്കരമായിരുന്നു. അത് മാത്രമല്ല ഒരുപാട് തെറിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച ഒരു രീതിയിലല്ല വന്നത്. പിന്നെ തൊട്ടടുത്ത ദിവസം രാവിലെ ആയിരുന്നു ബാക്കി പരിപാടി. ബാക്കി എന്താ പറയാ തട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി സെറ്റപ്പ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ട്രീ ഒന്ന് ചേഞ്ച് ചെയ്തു. ലാസ്റ്റ് പുൽക്കൂട് കണ്ടപ്പോൾ ട്രീ മാത്രം ഒരു ശോഭനീയ അവസ്ഥ കണ്ടു. അതുകൊണ്ട് നമ്മൾ ട്രീ ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ ഇതാണ് അതിന്റെ ഫുൾ വീഡിയോ എന്ന് പറയുന്നത്. ഡിസംബർ 24-ാം തീയതി നൈറ്റ് ആയിരുന്നു നമുക്ക് പള്ളിയിൽ പ്രെയർ ഉണ്ടായിരുന്നത്. സോ അന്ന് തന്നെ നമ്മൾ 12 മണിയായപ്പോൾ ഉണ്ണീഷേനെ വെച്ചിട്ടുണ്ടായിരുന്നു.
ഏനു ബേബി ആയിരുന്നു ഇത്തവണ ഉണ്ണീശ്വര വെച്ചത്. നമുക്ക് ക്രിസ്മസിന്റെ അന്ന് രാവിലെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി സ്റ്റൂവും അപ്പവും ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ലാവിഷ് ആയിട്ടുള്ള ഫുഡായിരുന്നു. നല്ല ഗീ റൈസും സാലഡും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പപ്പടം, പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയോ? മട്ടൺ ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി മട്ടൻ കറി ആയിരുന്നു. മാത്രമല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അച്ചാറുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ആയിട്ടിരുന്ന് നല്ല അടിപൊളിയായിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു ക്രിസ്മസിന്റെ. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ലൈറ്റ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ലൈറ്റ് ഒക്കെ കാണാൻ പോയതൊന്ന് കണ്ടാലോ? ഇതിപ്പോ നമ്മൾ ഉണ്ണിമിശിഹ പള്ളിയിലോട്ടാണ് പോകുന്നത്. അവിടെ മാത്രമേ ഇത്തവണ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ക്ലൈമറ്റിന്റെ ഇഷ്യൂ കാരണം ചെറിയ ജലദോഷവും ചുമയായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നൈറ്റ് അധികം പുറത്തിറങ്ങണ്ടെന്നായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അടുത്തായത് കൊണ്ട് ഉണ്ണിമിശിഹ പള്ളിയിൽ പോയതാണ് കേട്ടോ. അപ്പോ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടാലോ? അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഒത്തിരി സന്തോഷമുള്ള ക്രിസ്മസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇത്തവണ നമ്മൾ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറയാണ്. എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ. Happy Christmas!